ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റിംഗ് ഇൻസെക്യൂരിറ്റീസ് ഒഴിവാക്കാനുള്ള 6 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് പല ആളുകളും ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, ഇനി അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ മറ്റുള്ള വ്യക്തികളെ കാണുമ്പോഴും മിങ്കിൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് തുറന്നു പറയാനും പ്രപ്പോസ് ചെയ്യാനൊക്കെ പല ആളുകളും മടിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഡേറ്റിംഗ് ഇൻസെക്യൂരിറ്റീസൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 6 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേനയും പേപ്പറും പെട്ടെന്ന് എടുക്കുക, കാരണം ഇത് ഓരോന്നും എഴുതിയെടുക്കുക. എന്നിട്ട് ഇത് ബൈ ഹാർട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നത് വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടും. കാരണം ഈ പറയാൻ പോകുന്ന 6 അഫർമേഷൻസ് സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ മൈൻഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതകരമായിരിക്കും. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഫിയറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആക്ഷനിലോട്ട് കിടക്കും. മാത്രമല്ല, നിങ്ങളതിനു വേണ്ടി ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിസൾട്ടും കിട്ടും. അപ്പോൾ എത്ര തവണ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവസാനം പറയാം. ആദ്യം 6 അഫർമേഷൻസ് നോക്കാം. ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഭംഗിയുള്ളവനും ആകർഷണത്വമുള്ള വ്യക്തിയുമാണ് എന്നുള്ളതാണ്. ഞാൻ ഭംഗിയുള്ളവനും ആകർഷണത്വമുള്ള വ്യക്തിയുമാണ്. രണ്ടാമത്തെ അഫർമേഷൻ, മറ്റുള്ളവർ എന്നെ നന്നായി ട്രീറ്റ് ചെയ്യുന്നതിന് ഞാൻ അർഹനാണ്. മറ്റുള്ളവർ എന്നെ നന്നായി ട്രീറ്റ് ചെയ്യുന്നതിന് ഞാൻ അർഹനാണ്. മൂന്നാമത്തേത്, മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാൻ കഴിവുള്ളവനും ആത്മവിശ്വാസമുള്ളവനുമാണ് ഞാൻ. മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാൻ കഴിവുള്ളവനും ആത്മവിശ്വാസമുള്ളവനുമാണ് ഞാൻ. ഓക്കെ. നാലാമത്തേത്, എനിക്ക് കാന്തിക ശക്തിയുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമത്തേത്, ഞാൻ സന്തോഷവാനാണ്. ആറാമത്തേത്, എനിക്ക് സന്തോഷവും സ്നേഹവും സപ്പോർട്ടും നൽകാൻ കഴിയുന്ന വ്യക്തി ഉടൻ എൻ്റെ ജീവിതത്തിലോട്ട് വരുന്നു. ഒന്നുകൂടി പറയാതെ, എനിക്ക് സന്തോഷവും സ്നേഹവും സപ്പോർട്ടും നൽകാൻ കഴിയുന്ന വ്യക്തി ഉടൻ എൻ്റെ ജീവിതത്തിലോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 അഫർമേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓരോ അഫർമേഷൻസും ഒരു 3-5 തവണ റിപ്പീറ്റ് ചെയ്ത് ഡെയിലി എഴുതുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഒന്നുകിൽ രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപോ ഉള്ള സമയം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് ബൈ ഹാർട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ മിററിൽ നോക്കിക്കൊണ്ട് പറഞ്ഞാലും മതി. ഓക്കെ. എന്നാലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. മിററിൽ നോക്കി പറയാൻ മീൻസ് നിങ്ങൾ രാവിലെ എണീറ്റ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഈ 6 അഫർമേഷൻസ് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്യുക. മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുന്നുണ്ടെങ്കിൽ വാതിലൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വയം പറയുക. മനസ്സിൽ പറഞ്ഞാൽ മതി, ഉച്ചത്തിൽ പറയണമെന്നൊന്നുമില്ല. സോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. 100% ചേഞ്ച് ഉണ്ടാവും. ഒരു 10-15 ദിവസം ആകുമ്പോഴേക്കും നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും. സോ ഒന്ന് ചെയ്ത് തുടങ്ങുക. ഒരു 21 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 30 ഡേയ്സെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് വളരെയധികം ചേഞ്ച് നിങ്ങളിൽ ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സിംഗിളായിട്ട് നടക്കുന്ന ചങ്ക്സൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റിങ്ങിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസൊക്കെ ഫീൽ ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഒരു ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കാണിത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു.